Escape ആവാം. നന്ദിയുണ്ട് കേട്ടോ, പക്ഷെ നമുക്കങ്ങനെ പോകാൻ പറ്റില്ല, ഒറ്റയ്ക്ക. എൻ്റെ അമ്മോ, രണ്ടാൾക്കാർ വരുന്നുണ്ട്, കൂട്ടനാളുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ സതീഷ് വയനാട്. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് ഇന്ന് ഒരു അടിപൊളി സ്ഥലം കാണാം അല്ലേ? ഞാനിതിനു മുന്നേ ഇവിടെ കാണിച്ചതാണ്, പക്ഷെ എന്നാലും വേണ്ടില്ല, ഒന്നും കൂടി ഒന്ന് കാണാം. ഇവിടെ ഇനിയും ഞാൻ കാണിക്കും. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസവും ഓരോ പോലെയാണ് ഇവിടുത്തെ ഒരു ഭംഗി. ഇന്നിപ്പോ മഴ പെയ്ത് ഇങ്ങനെ ഒരു മൂടലായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാനുള്ള ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും എന്തായാലും ചെറിയൊരു വീഡിയോ ഇവിടുന്ന് തട്ടിക്കൂട്ടിയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വന്നതാണ്. അപ്പം ഇങ്ങനെ വന്ന സ്ഥിതിക്ക് എന്താണെന്നറിയും, നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടാ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഒരു മലേൻ്റെ മുകളിൽ കയറാനുണ്ട്. ഒരു സംഭവം കാണിച്ചരാ, ഇത് നോക്കിയേ. പണ്ട് ഇവിടെ പാറ പൊട്ടിച്ച് പോയിട്ടേ അതിൽ വെള്ളം നിറഞ്ഞ കോറിക്കോളാണ്. ഭയങ്കര ഡേഞ്ചറാണ്, നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ കണ്ടു പോകുന്നതാണ്. ഭയങ്കര വൈബാണ്. ഈ കാണുന്ന അതങ്ങനെയൊന്നല്ല, കാരാപ്പുഴയുടെ വെള്ളമാണ് അവിടെ. കാരാപ്പുഴയുടെ വെള്ളം ശരിക്കും കാണുന്നില്ല. ശരിക്കും കാരാപ്പുഴ ഡാമിൻ്റെ വെള്ളമാണ് കാണുന്നത്, സ്ക്രീനിൽ കാണുന്നില്ല. എന്താ പറയും, മഴ പെയ്യുന്ന. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വേണ്ടില്ല, നമുക്ക് പറ്റുന്ന അത്രയും നമുക്ക് പോയി നോക്കാം അല്ലേ. പിന്നെ ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബാക്കിൽ അവിടെ കാണുന്നത് ആ മലയാണ്. അതിൻ്റെ ടോപ്പിൽ ഒന്ന് കയറണം എന്നുണ്ട്. അവിടെ നിന്ന് കയറി ആ വൈബ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, പോയി നോക്കാം അല്ലേ. വണ്ടിയും മല ഒന്ന് സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. താങ്ക് യു. വണ്ടിമല ആക്കരുതെന്ന് പറയില്ലേ, അത് തന്നെ. ഓക്കെ, മഴയാണ് എന്നാലും വേണ്ടില്ല, പോയി നോക്കാം അല്ലേ. എല്ലാം ഒത്തു വന്നിട്ട് റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഉള്ള സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. എനിക്കിന്നിപ്പോൾ എവിടെയും പോകാനുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഞാനിവിടെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. മഴ പെയ്യുന്നുണ്ട്, എന്താ സ്ഥിതി, നമുക്ക് പോയി നോക്കാം അല്ലേ. ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്, പക്ഷെ ഞാനിവിടെ നിന്നാണ്ട് കയറുകയാണ്. എല്ലാ സമയവും ഒത്തു വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവിടെ ഓരോ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുവഴിയിൽ ഉള്ള കല്ലൊന്ന് ചിലപ്പോൾ ഇളകിന്നൊക്കെ വരും. അതൊക്കെ നമ്മളെ ഉറപ്പിച്ച് ചവിട്ടിയിട്ട് അങ്ങ് പോവുക തന്നെ അല്ലേ. കണ്ടില്ലേ, ഇങ്ങനെ കയറി ഇങ്ങനെ നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുക. ശ്രദ്ധിച്ച് വേണമെന്ന് മാത്രം. ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ, ഒറ്റ ഷോട്ടിൽ എടുക്കണം. കണ്ടോ, വെരി ഡേഞ്ചറസ് ആണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ വെരി കെയർഫുൾ. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നനഞ്ഞല്ല, ഒരു മങ്ങല് വരുന്നുണ്ട്. ഒന്ന് തുടക്കട്ടെ ക്യാമറ. ക്യാമറയിൽ വെള്ളമായതാ, കുഴപ്പമില്ല. എന്തായാലും ഇവിടെ ഏകദേശം നമ്മൾ കുറേ മേലെത്താറായി. അപ്പോൾ എന്തായാലും
കയറി നോക്കാല്ലേ. എവിടെ കയറി നിൽക്കും? വഴി തെറ്റി. വഴി തെറ്റിപ്പോയി. ഓ ഇവിടെ വന്നവരൊക്കെ തിരിച്ചിറങ്ങാണ്. ഇറങ്ങണ സമയത്താണ് ഞാൻ മേലെ കയറി പോണത്. എന്തായാലും ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ടേ പോകുള്ളൂ. ഇന്ന് ഒരു പരിപാടി നടന്നില്ല. കണ്ടില്ലേ? ഓക്കെ. ആന, കടുവ, ആന ഉണ്ടാവില്ല, കടുവയും പുലിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതിലല്ല വഴിയെന്ന് തോന്നുന്നുണ്ട്. വഴി മാറിപ്പോയി തോന്നുന്നുണ്ട്. ഇതെല്ലാം തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ നന്നായിട്ട് അതിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യം ഒക്കെ ഉണ്ടാവുള്ളൂ. വഴി പിന്നെയും തെറ്റുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം കേട്ടോ. അവിടെ വെയിൽ കണ്ടോ? കാണുന്നുണ്ടോ? കാരാപ്പുഴൻ്റെ വെള്ളമാണ് കാണുന്നത്. കാരാപ്പുഴ അണക്കെട്ടിലെ വെള്ളമാണ് കാണുന്നത് കേട്ടോ. എൻ്റെ അമ്മ, രണ്ടാൾക്കാർ വരുന്നുണ്ട്. കൂട്ടിനാളുണ്ട്. അവരിതിലെ തന്നെ വരുന്നത്. ഇതല്ല വഴി തോന്നുന്നുണ്ട്. പോയി നോക്കാം. മേലേക്കാ ഞാനും വഴി കാണാതെ അവിടെ തിരിച്ചു പോകുന്നത്. അവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ മേലെ കയറാം. ഓ മേലെ കയറാം. നമ്മൾ ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, വണ്ടിയും മലയും. അപ്പോൾ ഇതിലേ പോയി. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ റിട്ടേൺ വന്നു. അവിടെ ഇങ്ങനെ ഗുഹയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി മേലേക്ക് പോകാം. ഇതിലെയാണോ വഴി എന്ന് അറിയില്ല. മേലെ ആളുണ്ട്. ഇന്ത്യ उधर आते हैं जा सकते हैं। हाँ कुछ नहीं. ഇതിലെ വഴി എന്ന് അറിഞ്ഞൂടാ. നമുക്ക് പോയി നോക്കാം. വെരി ഡേഞ്ചറസ്. മേലെ ആളുണ്ട്. കർണാടകയിൽ നിന്ന് വന്നാണ് അവര്. ഇതിലേ ഞാൻ തോന്നുന്നുണ്ട് ഭായി. ഈ പാറേൻ്റെ മുകളിൽ കൂടെ കയറണേ. ഇത് കണ്ട. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എത്തണം. എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വൈബാ. ഇതിൽ തന്നെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. അറിയാതെ ഞാൻ ഇവരെ വിളിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവരെല്ലാവരും വരുന്നില്ല എന്ന് പറഞ്ഞു. ഭയങ്കര റിസ്ക്കാണ് അതിൻ്റെ മേലേക്ക് കയറി പോകാൻ. ഞാൻ കുറച്ച് മേലെ വരെ കയറിയിട്ട് ഇറങ്ങിയതാട്ടോ.
അയ്യോ എത്തിട്ടോ. അവർ തിരിച്ചു പോവാ. കണ്ടില്ലേ, ഇതല്ല കുറച്ചുകൂടി മേലേക്ക് എത്തിയിട്ട് കാണിക്കാം. നല്ല ആൾക്കാരുണ്ട് നോക്കാൻ. അടിപൊളി സ്ഥലം കേട്ടോ ഇവിടെ, നല്ല വൈബാ. എടാ അവിടേക്ക് എങ്ങനെയാ കയറാ? എടാ അലമ്പ്. അടിപൊളി വൈബാട്ടാ, അടിപൊളി സൂപ്പർ വൈബാണേ. എന്താ അറിയോ, മഴയില്ലാത്തപ്പോൾ തെളിഞ്ഞ ആകാശങ്ങളൊക്കെ വരണം. അങ്ങനെ ഒരു ദിവസം വരാം അല്ലേ. ഇതിങ്ങനെ കിടക്കട്ടെ അല്ലേ. എല്ലാവരും ഇത് കണ്ടിട്ട് ഇനി എൻ്റെ വീഡിയോസ് അടിപൊളിയായിട്ട് ഇത് തന്നെ കാണിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം. നല്ല ദൂരക്കാഴ്ച കാണിച്ചു തരാം. അടിപൊളി വൈബാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഈ മേലെ കയറണമെന്നുണ്ട്. മേലെ കയറാൻ വഴി അറിയില്ല. മേലെ കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണോന്ന് അറിയില്ല. ഒന്ന് കയറിയാൽ നോക്കിയാലോ. എങ്ങനെ മേലെ കയറാൻ പറ്റുമോ? മേലെ കയറാം. നമ്മുടെ ഫ്രണ്ട്സ് ഇതാ കണ്ടാ, മണ്ടിമലി ചാനല്, യൂട്യൂബ് ചാനൽ കേട്ടാ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എവിടുന്ന് വരിക? എവിടുന്ന വരുന്നത്? ബത്തേരിന്നാ? ഓക്കെ, ബത്തേരിന്ന് വരികയാണെന്ന്. അപ്പോൾ എന്തായാലും അവിടെ വരെ ഒന്ന് കയറിയിട്ട് നമുക്ക് ഇറങ്ങാം. എന്തായാലും ഇത്രയും ഹൈറ്റിൽ വന്നല്ലേ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ആ കാണുന്നത് ചിങ്ങേരിമലയാണ് കേട്ടാ, ടൂറിസ്റ്റ് പ്ലേസ് ആണേ. പിന്നെ അമ്പൂത്തിമല, അത് അവിടെ മഞ്ഞ് കോട മൂടിയിട്ട് കാണുന്നില്ല ശരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കാരാപ്പുഴ ഡാമിലെ വെള്ളം കണ്ടാ, അത് കാണുന്ന കണ്ടില്ലേ, കണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്ക് ചെമ്പ്രമല ഉണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് കാണൂല ഇപ്പോൾ. നമുക്ക് അതൊക്കെ നന്നായിട്ട് കാണിക്കാം. ഞാൻ മേലെ വരെ ഒന്ന് കയറിയിട്ട് ഇറങ്ങട്ടെ. വാ, അടിപൊളി വൈബട്ടോ അവിടെ. ഒരു രക്ഷയില്ല. എനിക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് തോന്നും അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല. അല്ല, ചെരുപ്പ് പൊട്ടി കിടക്ക. ആ പൊട്ടും, അത്രയും നല്ല വഴിയാ. ഉണ്ടല്ലേ? ഈ സമയത്തൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കുറച്ച് തെളിഞ്ഞ സമയത്ത് വരണം. പക്ഷെ ഞാനിപ്പോൾ വന്നത് ഒരു എന്താ പറയുക, മഴച്ചാറ്റിലൊക്കെ ഉള്ള സമയമായി പോയില്ലേ. കുഴപ്പമില്ല, എങ്ങനെയും കാണണ്ടേ, ഇങ്ങനെ കാണിക്കാനും വേണ്ടേ ഒരു സമയം. നിങ്ങളൊക്കെ ബത്തേരിന്ന് വരും അല്ലേ? ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്? കയറാറുണ്ട് അല്ലേ? അപ്പുറത്ത് കയറാറില്ലേ? ഈ സാധാരണ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കയറുന്ന സ്ഥലം ഏതാണെന്നറിയോ? ആ കാണുന്നതാണ് കേട്ടോ. അതാ കാണുന്ന ആ മലേൻ്റെ മുകളിലാണ് എല്ലാവരും വരിക കേട്ടോ. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. ഞാനതാണ് അങ്ങോട്ട് പോകാത്തത്. കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? അവിടേക്ക് പോകാൻ പറ്റില്ല, അത്രയും ഹൈറ്റിലാണ് നമ്മൾ, അത്രയും തുഞ്ചത്താണ് നിൽക്കുന്നത്. കണ്ടോ? അവിടെ നോക്കാൻ തന്നെ പറ്റില്ല. ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് വളരെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് ശരിക്കും. ഞാൻ ഒറ്റയ്ക്ക് കയറി വന്ന് ഇവിടെ മേലെ എത്തും ചെയ്തു. ആരും ഒന്നും വിചാരിക്കണ്ട, ഞാൻ സാഹസമൊന്നും കാണിക്കില്ല. ഇത്രയും സാഹസമൊന്നും കാണിക്കാനുള്ള ധൈര്യമുള്ള ആളല്ല ഞാൻ. പക്ഷേ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു പോയി കേട്ടോ. ഇതുപോലുള്ള അടുത്ത മലയിലേക്ക് ഞാൻ പോകുന്നെന്ന് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് പെട്ടപ്പോൾ
ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത്ര തന്നെ. മേഘത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ, കാണുന്നുണ്ടോ? നമ്മുടെ ക്യാമറയിൽ അത്രയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. സൂര്യപ്രകാശം അങ്ങനെ വരുന്നതേ ഒരു പ്രത്യേക വൈബാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ നമ്മുടെ ക്യാമറയിൽ നിന്ന് അത്ര കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. ടോർച്ചടിക്കുന്ന പോലെ ഉണ്ട്. ഇതിന് താഴ്വശമൊക്കെ കൃഷിക്കാര് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്, കൃഷിയിടങ്ങളാണ് കേട്ടോ. കൃഷിയിടമാണ് അതൊക്കെ കാണുന്നതൊക്കെ. കണ്ട, കാരാപ്പുഴേൻ്റെ വെള്ളം ആണ് കാണുന്നത്. കാരാപ്പുഴ ഡാമിൻ്റെ വെള്ളമാണ് കേട്ടോ. മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. അതാ കാണുന്നത്, കണ്ടില്ലേ? ടിക്കറ്റ് വേണ്ട, അതിൻ്റെ അപ്പുറത്തുള്ളതിൽ ടിക്കറ്റ് വേണം. അവിടെ ഒരു ദിവസം പോയിട്ടൊരു വീഡിയോ എടുക്കാം. കാണട്ടോ എല്ലാവരും. കോടങ്ങനെ നീങ്ങുന്ന കണ്ടില്ലേ? അടിപൊളി വൈബാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിർത്തിയാലോ? നമുക്ക് നല്ലൊരു ദിവസം വന്ന് അടിപൊളി ഒരു വീഡിയോ എടുക്കണ്ടേ? നല്ല തെളിഞ്ഞ ആകാശമുള്ള സമയത്ത്, നല്ല നീലാകാശം, നല്ല രസമുള്ള നല്ല വൈബുള്ള ഒരു ദിവസം വന്നിട്ട് ഒരു അടിപൊളി വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. എനർജി ഇല്ല എനിക്ക് ഇന്ന്. ഇങ്ങനെ ഈ കുറഞ്ഞ എനർജിയിലൊന്നും വന്നിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവില്ല. എടാ അപ്പോൾ എന്നാല് ഇവിടുത്തെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബത്തേരി എവിടെയായിട്ടാ? ഇത് നിങ്ങള് ഇപ്പൊ ഇതിൽ വരും കേട്ടോ ചാനലില്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു വനത്തിനുള്ളിൽ പോയത് കണ്ടായിരുന്നാ? അതിൽ സെർച്ച് ചെയ്യുമ്പോൾ നോക്കിട്ടോ. അതായത് സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കനും കൊടുക്കും. കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ടാറ്റ പറഞ്ഞു. ശ്രദ്ധിച്ചൊക്കെ നോക്കി നിൽക്കണടാ, പക്കത്തേക്കൊന്നും പോകരുത് കേട്ടോ. അധികം നേരം നിൽക്കണ്ട, ഇരിടാ വേണ്ട കേട്ടോ. അങ്ങനെ സൈഡിലൊന്നും പോയി നിൽക്കല്ലേ കേട്ടോ. പാവം പിള്ളേര്. അല്ല, ചെരുപ്പ് പൊട്ടി. ഇനിയിപ്പോൾ ചെരുപ്പില്ലാതെ പോണം. നോക്കാം നമുക്ക്. ഇവിടുന്ന് ഇപ്പം എനിക്കും പോകാൻ തോന്നുന്നില്ല. ഇവരെ പോലെ ഞാനിപ്പോൾ അവിടെ നിന്ന് പോവാണ്. എന്താലേ അടിപൊളി വൈബ്. താഴെ വരെ ഇറങ്ങാൻ നിങ്ങളും കൂടുന്നോ എന്നോടൊപ്പം? ഇനി വേണ്ടല്ലേ, ഇവിടെ ഇടാനും പറ്റില്ല, മോശമാണ്. വേസ്റ്റ് ഇടാൻ പാടില്ലല്ലോ, ചെരുപ്പ് ഇപ്പോൾ ഇവിടെ ഇടാൻ പാടില്ലല്ലോ അല്ലേ? പേടിക്കണ്ട, ചെക്കന്മാരെ ഒച്ചപ്പാടുണ്ടാക്കുന്ന വെറുതെ അവർക്ക് അതൊക്കെ രസമല്ലേ അല്ലേ? അവരുടെ ആസ്വാദനം അങ്ങനെയാണ്.
വഴി പിന്നെയും തെറ്റി. വഴി തെറ്റി കേട്ടോ, പിന്നെയും തെറ്റി. ഇതിലാണ് വഴി മാറിപ്പോയി. എന്താ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മഴ, ആ മഴ കണ്ട് തിരിച്ചു പോയിരുന്നെങ്കിലോ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള എന്താ പറയുക, നമ്മളെ യാത്രയിൽ പല തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തരണം ചെയ്ത് പോകണം. അങ്ങനെ തരണം ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ പിന്തിരിഞ്ഞ് ഓടുക അല്ലേ. അങ്ങനെ പിന്തിരിഞ്ഞ് ഓടാൻ പാടില്ല. അങ്ങനെ പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും നിറവേറാൻ പോവില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടെ തുടർന്ന് മുന്നേറാം. എങ്ങനെ? ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഞാൻ തരണം ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് നമുക്ക് പോകാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. എൻ്റെ ചാനൽ ഒന്ന് കഴിച്ചിലായിക്കോട്ടെ. ഓക്കെ, ഒരു ഡേഞ്ചറസ് സോണാണ് കേട്ടോ. കണ്ടോ, വളരെ ഡേഞ്ചറസ് ആണ്. ഇതിലൊക്കെ വരാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആവേശം കാണിക്കരുത്, വളരെ ശ്രദ്ധിച്ച് വേണം വരാൻ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷേ എനിക്കിവിടെ പേടിയായി വന്നപ്പോൾ വന്ന് കണ്ടിട്ട് എനിക്കാകെ എന്താ ചെയ്യേണ്ടതെന്ന് തോന്നി. അപ്പോൾ മുന്നോട്ട് തന്നെ നടന്നു, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്. അല്ലാതെ നമുക്ക് നടക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടല്ലേ, അങ്ങനെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതെ നടക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ താഴെ എത്താനായി. എത്തുന്നില്ലല്ലോ. അപ്പോൾ അത്രയും ഹൈറ്റിലേക്കാണ് പോയത്, ഒരുപാട് ഹൈറ്റിലേക്കാണ് ഇപ്പോൾ പോയത്. ഓ, ഇനിയിപ്പോൾ എന്തായാലും മറ്റേ മലയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാവരും കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഭയങ്കര അടിയിൽ ഭയങ്കര ആഴമുള്ളതാണ്, ഭയങ്കര ആഴമുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. അപ്പോൾ എന്നാൽ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. എന്തിനാ വേഗം നടക്കുന്നത് അറിയോ? അപ്പം അവിടെ നിന്നിട്ട് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് വിഷ്വൽസ് ഇവിടുന്ന് കാണാലോ, അത് കാണിക്കാലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടുന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ, ആ ഒരു ഓർമ്മയും കൂടി വന്നു. ഓക്കെ, അപ്പോൾ വണ്ടിയും മലയും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. എല്ലാവരും അടുത്ത വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരോടും വളരെയധികം സന്തോഷത്തോടെ ഇത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു, ബൈ.